ഫോട്ടോ വെച്ച് അതിന് ചുറ്റും ഒരു ലൈറ്റ് ഇങ്ങനെ കാണാം. സത്യത്തിൽ ആ ലൈറ്റിന്റെ പ്രകാശം കൊണ്ട് ആ വ്യക്തികൾ അവര് ഫോട്ടോയിൽ കാണിച്ച ആളുകളെ പോലും കാണാത്ത രീതിയിൽ പ്രകാശിക്കുന്നത് കാണാം. സത്യത്തിൽ അതുപോലെ നമ്മൾ സംസാരിക്കുന്ന സമയത്ത് നമ്മളെ സംസാരത്തിന്റെ വൈഭവോ അല്ലെങ്കിൽ അക്ഷരസ്ഫുടതയോ ഇതൊന്നുമല്ല മൈ ലൈഫിൽ ഉള്ളത്. അതായത് നമ്മൾ സംസാരിക്കുന്ന സമയത്ത് ഉണ്ടാവുന്ന ഒരു എനർജി, ഞാൻ അറബിയിൽ എന്റെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു മദത് എന്നൊക്കെ പറയും. അപ്പൊ ഈ രീതിയിൽ ഉണ്ടായി കിട്ടലാണ്. അത് സംസാരിക്കാൻ നമ്മൾക്ക് ഉണ്ടാവണമെങ്കിൽ ആദ്യം എന്ത് ചെയ്യണം? നമ്മൾ ആത്മാർത്ഥമായി മൈ ലൈഫിനെ ഏറ്റെടുക്കണം. എന്നെ സംബന്ധിച്ച് ഞാൻ പരിചയമില്ലാത്ത ആളുകൾക്കൊന്ന് പരിചയപ്പെടുത്താം. കൊടുവള്ളി പന്നൂർ സ്വദേശിയാണ്, കൊടുവള്ളിക്കടുത്ത് പന്നൂർ സ്വദേശിയാണ്. ഉസ്താദായിരുന്നു മൈ ലൈഫിലേക്ക് വരുന്നതിന് മുന്നേ. ഞാൻ വളരെയേറെ ആഗ്രഹിച്ച ഒരു സംഗതി ഈ ടീമിനോട്, ഈ സൂം അഡ്മിനോടും അനിൽ സാറോടൊക്കെ വലിയ കടപ്പാടുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. കാരണം അനിൽ സാർ സ്വന്തം മകനെ അനിരുദ്ധ മോനെ ഇതിലേക്ക് കൊണ്ടുവന്ന് താമരശ്ശേരി വെച്ചിട്ടാണെന്ന് തോന്നുന്നു ഒരു ഉപദേശം ചെയ്തിട്ടുണ്ട്. ഞാൻ എന്റെ കർത്തവ്യം നിർവഹിച്ചു, ഞാൻ എന്റെ ഉത്തരവാദിത്വം നിർവഹിച്ചു. ഇതുപോലെ നിങ്ങൾ വിജിലാമേ മേക്കോ ഓഫാക്കണേ, അവിടുന്ന് ശബ്ദങ്ങൾ വരുന്നു വിജിലാമേ. അപ്പോ ഞാൻ എന്റെ ഉത്തരവാദിത്വം നിർവഹിച്ചു, നിങ്ങൾ ഉത്തരവാദിത്വം നിർവഹിക്കണം. നിങ്ങളുടെ ഉത്തരവാദിത്വം എന്താണ്? ഞാൻ മൈ ലൈഫിനെ ആത്മാർത്ഥമായി ഏറ്റെടുത്ത് എന്റെ മകനെയും ഇതിലേക്ക് കൊണ്ടുവന്നു. അന്ന് എന്റെ മനസ്സിൽ ഒരു ലക്ഷ്യം ഉണ്ട്. അനിൽ സാർ ആത്മാർത്ഥമായി ഏറ്റെടുത്തവർക്ക് അത് കൈയിട്ടോ. അനിൽ സാർ അത് സമ്മതിച്ചു പോയിട്ടുണ്ട്. അനിൽ സാർ ഒപ്പം കൂടിയിട്ട് വിജയിക്കാത്ത ഒരാളുണ്ടാവില്ല എന്നുള്ള ഉറപ്പാണ്. കാരണം എന്താണ്? ആത്മാർത്ഥമായി ഏറ്റെടുത്തവന്റെ ഏറ്റവും വലിയ അടയാളാണ് നമ്മളെ ഫാമിലിനെ സജീവമായി ഇറക്കാം. അന്ന് ഞാൻ എന്ത് ചെയ്ത് മനസ്സിൽ വളരെ ആഗ്രഹിച്ചു. എനിക്ക് 2 ആൺകുട്ടികളാണ്, ഒരു പെൺകുട്ടിയും. അപ്പൊ പെൺകുട്ടിയാണ് എന്നെ ഇതിലേക്ക് കൊണ്ടുവന്നത്. പക്ഷെ അവള് ഞാൻ അന്ന് മൈ ലൈഫിലേക്ക് വന്ന സമയത്ത് പുതിയാപ്പിളിനെ നെഗറ്റീവ് ആക്കി. രാവിലെ സുബി നിസ്കരിച്ച്, ഇതിനേക്കാൾ മുന്നേ സുബി നിസ്കരിച്ച് ഇരുന്നിട്ട് ഉച്ചക്ക് ബാങ്ക് കൊടുക്കാനാക്കി. ആ സമയത്താണ് ഞങ്ങൾ ഈ ഇരുത്തം പിരിയുന്നത്. അതുവരെ അങ്ങോട്ടും ഇങ്ങോട്ടും മല്ലിട്ടിട്ട് അവസാനം ഞാൻ പുതിയാപ്പിളിനോട് പറഞ്ഞൊരു സംസാരം, നിങ്ങൾ ചെയ്തോളി, പക്ഷെ എന്താ ചെയ്യാ, എന്റെ മോക്ക് നിങ്ങളാ മൈ ലൈഫ് ചെയ്തിട്ടുള്ള ഒരു വരുമാനം കൊണ്ട് ഒരു ഭക്ഷണം വാങ്ങി കൊടുക്കാതിരിക്കല്ല നല്ലേ, നിങ്ങൾ വേണം ചെയ്തോളി. എന്ത് അത്രയും ഗൗരവത്തില് നമ്മൾക്ക് വരുന്ന വരുമാനം ശരിയല്ലെന്നും ഇതിൽ നിന്ന് നിങ്ങൾ പിന്മാറണമെന്നും രാവിലെ സുബഹി മുതൽ ഉച്ച വരെ കുത്തിരുന്ന് ക്ലാസ് എടുത്ത് അതിൽ പുതിയാപ്പിള നെഗറ്റീവായി. പുതിയാപ്പിള ഉപ്പ പറഞ്ഞതല്ലേ, അപ്പൊ ഞാൻ ഇത് ചെയ്യില്ല. പക്ഷെ പിന്നീട് എന്ത് ചെയ്തു, അയ്യബ് സാറ് ഇതിനെ കുറിച്ചിട്ട് എനിക്ക് പഠിക്കാൻ എന്താണ് പുതിയാപ്പിള ഇതിൽ കുടുങ്ങിയെന്നുള്ള അറിയണല്ലോ. അങ്ങനെ പഠിക്കാൻ വേണ്ടിയിട്ട് അയ്യൂബ് സാർ വിളിച്ചതാണ്. അപ്പൊ അയ്യൂബ് സാർ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പൊ എനിക്ക് ഇത്രയും ചെറിയ സംശയമാണ്, പക്ഷെ ആ സംശയം പുതിയാപ്പിൾക്ക് തീർത്തു തരാൻ കഴിഞ്ഞില്ല. അതായത് മറ്റുള്ള ആളുകളിൽ നിന്ന് ഒരു പേസ്റ്റിന് കണ്ടമാനം പൈസ വാങ്ങാം, എന്നിട്ട് വാങ്ങിയിട്ട് അത് ആളുകളോട് പിഴിഞ്ഞെടുത്തിട്ട് എന്നിട്ട് അതിൽ നിന്ന് ഒരു വരുമാനം നമുക്ക് തന്നെ തരിക. അത് വലിയ സംഭവമൊന്നും അല്ലല്ലോ. അപ്പൊ ഈ ഒരു സംഭവമാണ് മൈ ലൈഫിൽ നടക്കുന്നത്. അന്ന് പുതിയാപ്പിള എന്നോട് പറഞ്ഞാൽ മതി, ഉപ്പ ഇത്ര MRPക്ക് കൊടുക്കാനല്ല മൈ ലൈഫ് പറയുന്നത്, ഹോൾസെയിൽ റേറ്റിന് കൊടുക്കാനാണ്. അപ്പം തന്നെ എന്റെ ആ സംശയം അവിടെ തരും. പക്ഷെ അത് അദ്ദേഹത്തിന് പറയാൻ കഴിഞ്ഞില്ല. അങ്ങനെ എന്ത് ചെയ്തു, അന്ന് MRP എത്ര 180 ചെല്ലാന്നിട്ടായിരുന്നു. അപ്പൊ എന്ത് ചെയ്ത് ഞാൻ മനസ്സിലാക്കുന്നത് 150 ഗ്രാമുള്ള പേസ്റ്റിന് ഇത്രയും പൈസ വാങ്ങിയിട്ട് ജനങ്ങളോട് വാങ്ങിയിട്ട് പിന്നെ കമ്പനിക്ക് നമുക്ക് വരുമാനം തരുന്നതിന് എന്താ, അതിന് വലിയ വിഷമമൊന്നുമില്ലല്ലോ, കമ്പനിക്ക് വലിയ നഷ്ടമൊന്നുമില്ലല്ലോ എന്നുള്ളതാണ് എന്റെ ചിന്ത. പിന്നീടാണ് ഞാൻ മനസ്സിലാക്കിയതും പഠിച്ചതും ഇത് സത്യത്തിൽ കമ്പനി ഉദ്ദേശിക്കുന്നത് MRP റേറ്റിന് കൊടുക്കലല്ല, ഹോൾസെയിൽ റേറ്റിന് ജനങ്ങളിലേക്ക് എത്തിക്കലാണ് എന്നുള്ളത്. അപ്പൊ എനിക്ക് വളരെ വ്യക്തമായി, അത് ശരി. അപ്പോ നമ്മളെ ആളുകളോട് പിടിച്ചു പറിക്കാനല്ല കമ്പനി പറയുന്നത്, നമ്മള് MRP റേറ്റ് ഇത്ര കൊടുക്കാൻ കഴിയുമെങ്കിലും അത് ഹോൾസെയിൽ റേറ്റിന് കൊടുക്കാനാണ് കമ്പനി നിർദ്ദേശിക്കുന്നത് എന്നുള്ള ഒരു വല്ലാത്ത ചിന്ത എന്റെ മനസ്സിൽ ഫസ്റ്റ് തന്നെ ഉദിച്ചു. ഈ ഉച്ച സമയത്ത് ഞാൻ മനസ്സിലാക്കി, അപ്പൊ കമ്പനിയുടെ സിസ്റ്റം ശരിയാണ്. കമ്പനിയുടെ മോൾ എന്താ എടുത്ത, അപ്പൊ ഒരു കാര്യം വ്യക്തമായി, കമ്പനി എപ്പോഴും ജനങ്ങൾക്ക് ഹോൾസെയിൽ റേറ്റിന് കൊടുക്കണം.
അങ്ങനെ കൊടുത്താൽ അതിൽ നിന്നും ചെറിയ ലാഭം നമുക്ക് തരുന്നു. അപ്പൊ എന്റെ സംശയം, ഇത് മറ്റുള്ള ആളുകളിൽ നിന്ന് ഈ ലാഭം മറ്റുള്ള ആളുകളിൽ നിന്ന് പിടിച്ചു പറിച്ചിട്ടാണോ, അവർക്ക് ലഭിക്കുന്ന വരുമാനത്തിൽ നിന്നാണോ എനിക്ക് തരുന്നത് എന്നാണ് രണ്ടാമത്തെ സംശയം. ഒന്നാമത്തെ വില കൂട്ടി വിൽക്കുക, രണ്ടാമത്തത് ഇനി പിന്നെ ഹോൾസെയിൽ റേറ്റിന് തരികയാണെങ്കിലും അത് നമ്മൾ താഴെയുള്ള ആളുകൾക്ക് കൊടുക്കുന്ന പൈസയിൽ നിന്നും പിന്നെ അവർക്ക് കൊടുക്കേണ്ട അവകാശം നമ്മൾ ഒരാൾ കൊണ്ടുവന്നത് കൊണ്ട് അവരിൽ നിന്ന് പിടിച്ചു പറിച്ചിട്ട് കിട്ടുകയാണോ എന്നുള്ളതാണ് രണ്ടാമത്തെ സംശയം. അപ്പൊ ഈ രണ്ട് സംശയം വളരെ ക്ലിയർ ആയി മനസ്സിലായി. അതായത് തന്റെ ടീമിൽ നിന്ന് വരുന്ന ആളുകളിൽ നിന്ന് ഒരു നയാ പൈസയും പിടിച്ചു പറിച്ചിട്ട് നമുക്ക് തരുന്നില്ല. ഈ രണ്ട് സംശയം തീർന്ന സമയത്ത് എനിക്ക് മൂന്നാമത്തെ സംശയം, എന്റെ സംശയം എന്തായിരുന്നു, പിന്നെ ഇത് പോലീസ് പിടിച്ചിട്ടുണ്ടാവോ? അതായത് എന്റെ സിസ്റ്റം എന്റെ ഇതൊന്നും അറിയില്ല. എന്നെ സംബന്ധിച്ചിട്ട് എന്റെ പ്രായത്തിനനുസരിച്ച് എന്റെ വിദ്യാഭ്യാസത്തിനനുസരിച്ചിട്ട് ഇസ്ലാമികപരമായി ഇതിന് കുഴപ്പമില്ല. അതായത് ഒരാളെ പിടിച്ചു പറിച്ചിട്ടും കബളിപ്പിച്ചിട്ടും വഞ്ചിച്ചിട്ടും ഒരാളോട് കളവ് പറഞ്ഞിട്ടും ഒരിക്കലും ഈ ബിസിനസ് ചെയ്യാൻ സാധിക്കില്ല. അങ്ങനെ ആരെങ്കിലും കളവ് പറഞ്ഞിട്ടോ പിടിച്ചു പറിച്ചിട്ടോ വഞ്ചിച്ചിട്ടോ ഈ ബിസിനസ് ചെയ്താൽ അവന്റെ അവസാനത്തെ ബിസിനസ് ആയിരിക്കും ഈ ബിസിനസ്. കാരണം പിന്നെ ഈ കമ്പനി എന്ത് ചെയ്യാ, അവന്റെ പാൻ കാർഡ് ബ്ലോക്ക് ആക്കിയിട്ട് പിന്നെ അവന് മൈലേജ് ചെയ്യാൻ കഴിയില്ല. അപ്പൊ ദൈവത്തിന്റെ കൽപ്പന അതേപടി, അതായത് ഒരു ബിസിനസ് ചെയ്യാൻ എന്തൊക്കെ ഉണ്ടോ ആ വഴിയിലൂടെയാണ് കമ്പനി കൊണ്ടുപോകണമെന്ന് മനസ്സിലായി. രണ്ടാമത് എന്റെ സംശയം, ഇത് പോലീസ് പിടിച്ചുകൊണ്ടുപോകുക. ഞാൻ ഇങ്ങനെ ഇവിടുന്ന് കുറച്ച് സാധനമൊക്കെ മേടിച്ചുണ്ടോ ഇവിടെ വെച്ച് അവസാനം ഇത് പോലീസ് പിടിച്ചു കൊണ്ടുപോകുക എന്നുള്ള സംശയമായിരുന്നു. അപ്പൊ ഇത് ഗവൺമെന്റ് അംഗീകരിച്ചതാണ്, ലീഗലിയാണ് എന്ന് മനസ്സിലായിരുന്നു. ഇതെന്നറിയോ, രാവിലെ മുതൽ ഉച്ച വരെ ഇരുന്ന് സംസാരിച്ച് സംവാദം നടത്തി അങ്ങോട്ടും ഇങ്ങോട്ടും മല്ലിട്ട് എന്റെ സ്വഭാവം എന്ന് പറഞ്ഞാൽ എന്താണ്, എനിക്ക് ശരിയാണെന്നൊരു സംഗതി ബോധ്യപ്പെടാൻ വലിയ പണിയാണ്. വലിയ പണി എന്ന് പറഞ്ഞാൽ വലിയ പണിയാണ്. പക്ഷെ ശരിയാണെന്ന് ബോധ്യപ്പെട്ടാൽ ഏത് കൊലക്കൊമ്പന്റെ മുന്നിലും ആരെ മുന്നിലും അതിന്റെ കഴുത്ത് കത്തി വെച്ച് കഴുത്തിൽ കത്തി വെക്കുന്ന സമയത്താണ് എന്നോട് പറയുന്നത് ഇതിൽ നിന്ന് പിന്മാറിക്കുമെന്ന് പറഞ്ഞാൽ അവിടുന്ന് ആ അറിവ് നടക്കാന്നല്ലാതെ ഞാൻ അതിൽ നിന്ന് പിന്മാറില്ല. അത് എന്ത് വിഷയത്തിലും, അത് നാട്ടുകാരെ എതിർത്താലും ശരി, കുടുംബം എതിർത്താലും ശരി, എന്റെ ആര് തന്നെ എന്ത് തന്നെ എനിക്ക് ശരിയാണെന്ന് ബോധ്യപ്പെട്ട, പക്ഷെ ബോധ്യപ്പെടാൻ വലിയ പണിയാണ്. അപ്പൊ സത്യത്തിൽ പിന്നെ എന്റെ മാർഗദർശിയായ പിന്നെ ഖലീഫ ഉമറിന്റെ കഥയൊക്കെ പഠിച്ചപ്പോ എനിക്ക് മനസ്സിലാകുന്നത് അതിന്റെ ചെറിയൊരു അംശം, അതായത് അവരൊക്കെ സിസ്റ്റം അതായിരുന്നു. ശരിയാണെന്ന് ബോധ്യപ്പെട്ടാൽ അവർ രംഗത്തിറങ്ങും, പക്ഷെ ശരിയാണ് ബോധ്യപ്പെടാൻ പണിയായിരുന്നു. ഏതായാലും രാവിലെ മുതൽ ഉച്ച വരെ പുതിയാപ്പിളിനോട് സംസാരിച്ചു. അങ്ങനെ എന്ത് ചെയ്തു, പിന്നെ പുതിയാപ്പിളയും നെഗറ്റീവായി, മോളും നെഗറ്റീവായി. ഇപ്പൊ പിന്നീട് ഞാൻ പഠിച്ചു നോക്കുന്നത് ഈ ശരിയാണെന്ന് പറഞ്ഞു നോക്കുന്നേരം പുതിയാപ്പിള എന്നോട് പറയുന്നത് ഉപ്പല്ലേ എന്നോട് ചെയ്യണ്ടെന്ന് പറഞ്ഞത്. അപ്പൊ ഏതായാലും ഉപ്പ ചെയ്യും, ഞാൻ ഏതായാലും ഉപ്പല്ല എന്ന് പറഞ്ഞിട്ട് 3-4 കൊല്ലായി എന്റെ 2 ഭാഗത്ത് നടന്ന ബിസിനസ് വോള്യം എന്റെ മോളെയും പുതിയാപ്പിളിന്റെയും ഒരു ഭാഗത്ത് കിടക്കുകയാണ്. ഒരു 5-8 ലക്ഷം 5-8 കോടി ബിസിനസ് വോള്യം ഒരു ഭാഗത്ത് കിടക്കുകയാണ്. അവരിറങ്ങുന്നില്ല. അപ്പൊ ഏതായാലും ഇപ്പോ ഒരു മാസത്തിന്റെ അങ്ങോട്ട് പുതിയ തീരുമാനങ്ങളൊക്കെ വന്നിട്ടുണ്ട്. എന്നെ കൊണ്ടുവന്ന് എന്റെ എന്റെ മോളും എന്റെ മോളെ ഭർത്താവും കൂടി അതൊന്ന് മൈക്കോണാക്കിക്ക. അപ്പോ എന്റെ അസീസ് PK, അപ്പോ എന്റെ മോളും പിന്നെ പുതിയാപ്പിളയും ഇപ്പൊ എന്ത് ചെയ്യുന്നുണ്ട്, ഞാനൊരു വേറൊരു ഐഡിയ എടുത്തിട്ട് അവിടെ മകളും പുതിയാപ്പിളി ഇറങ്ങാനോ അങ്ങനെ ശക്തമായി ചെയ്യാനോ ഇപ്പൊ ഒരാഴ്ച അങ്ങോട്ട് അല്ലെങ്കിൽ ഒരു 15 ദിവസം അങ്ങോട്ട് ഒരു തീരുമാനം മാറ്റി മറ്റേ ഐഡിയ അവിടെ നിൽക്കട്ടെ, അത് പിന്നെ നമുക്ക് വളർത്തി കൊണ്ടുവരാമല്ലോ. ഏതായാലും ഇപ്പൊ എന്റെ ടീമിൽ ഒരു ശക്തമായ ലീഡേഴ്സ്, അതായത് പിന്നെ ചുരുക്കി പറഞ്ഞ എന്റെ വീട്ടിൽ തന്നെ എന്റെ മകന് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ അനിൽ സാറ് അന്ന് ചെയ്ത ഉപദേശം അന്ന് എന്റെ മനസ്സ് കത്തിയുണ്ട്. എന്റെ ഇളയ മോനെപ്പോഴും ഡ്രൈവർ ആയിട്ടുണ്ട്, പക്ഷെ ഓന് ഡ്രൈവറായി മൈ ലൈഫിനോട് വെറുപ്പൊന്നുമില്ല, എന്റെ ഒപ്പം ഉണ്ടാവുന്നല്ലാതെ ഓൻ ടീമിനെ വളർത്തില്ല. ഇതിന്റെ സിസ്റ്റം നമ്മൾ പിടിച്ച് നിർബന്ധിച്ചിട്ട് ചെയ്യിപ്പിക്കേണ്ട ബിസിനസ് ഒന്നും അല്ലത്. ഇത് അവരിൽ നിന്നെടുക്കണം. ഇപ്പം അനീസർ തന്റെ മോനെ പിന്നെ ഇനി ഇത് ചെയ്തില്ലെങ്കിൽ പുരേ കയറണ്ട, പിന്നെ വേറെ ബിസിനസ്സും ചെയ്യാൻ പോണ്ട എന്ന് പറഞ്ഞിട്ടാണ് മോനെ ഇതിലേക്ക് ചേർത്തിയതെങ്കിൽ മകന് ഒരാഴ്ച 5 ദിവസം ഉണ്ടാവും. പക്ഷെ അനീസർക്ക് വിചാരിച്ച പോലെ കിട്ടൂല. പക്ഷെ മകന് ഇതിന്റെ പ്ലാൻ പഠിച്ചു, ഇതിന്റെ സിസ്റ്റം പഠിച്ചു. ഇത് പഠിപ്പിക്കാൻ നമ്മൾ തയ്യാറായാൽ മതി. അനീസാർ അത് ചെയ്തു. അനിരുദ്ധ സാറ് വളരെ ഭംഗിയായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അന്ന് എന്റെ മനസ്സിൽ ഉച്ചതാണ്. അപ്പോ എന്ത് ചെയ്യും, എന്റെ മോന് ഗൾഫിലാണ്, ടൈപ്പ് റൈറ്റിംഗ് സെന്ററിലാണ്. 4-5 കൊല്ലം പിന്നെ പ്രാക്ടീസ് ഉണ്ട്, 4-5 ഭാഷ കൈകാര്യം ചെയ്യാൻ അറിയും.
അപ്പൊ ഇതൊക്കെ അറിയുന്ന മോനെ എനിക്ക് കിട്ടിയാൽ നീ ശക്തമായി ഇതിലേക്ക് ഇറങ്ങും എന്ന് ഉറപ്പാണ്. പക്ഷെ മോന് പണ്ട് മുല്ലാക്ക പറഞ്ഞ പോലെ പിന്നെ കൂട്ടാനൊക്കെ നല്ല കൂട്ടാനാണ്, പക്ഷെ മുല്ലാക്കൊക്കെ അത് വേണ്ടാന്ന് പറഞ്ഞേക്കുമല്ലോ. പണ്ട് ഏതോ ഒരു ഉമ്മാമ പിന്നെ മുളക് നല്ലോണം കലക്കി ഇങ്ങനെ കലക്കി കൊണ്ടു കൊടുത്തു. അപ്പോ മുല്ലാക്കത് പിന്നെ ഭക്ഷണത്തിന് ഇരുന്ന സമയത്ത് പിന്നെ നല്ല എരു തൊള്ളേർക്ക് വെച്ചുകൂടെ കൈയിട്ടൊന്ന് നോക്കി, ഭയങ്കര എരു. അപ്പൊ താഴെയുള്ള പറമ്പിലേക്ക് അല്ലെ മുറ്റത്തേക്ക് ഉമ്മാമ വരുമ്പോഴേക്ക് എന്ത് ചെയ്തു, അങ്ങ് ഒഴിച്ചു കളഞ്ഞു, തൂത്ത് കളഞ്ഞു. അങ്ങനെ രണ്ടാമത് ഉമ്മാമ പേരും ബാക്കിയുള്ളൊക്കെ ആയിട്ട് വരുന്ന സമയത്ത് എന്ത് ചെയ്തു, പിന്നെ ഈ കറി തീരെ കാണുന്നില്ല, കറിയൊക്കെ തീർന്നു പോയി. അപ്പൊ ഉമ്മാമ വിചാരിച്ച് ഇത് കുടിച്ചതാണ്. അപ്പൊ ഉമ്മാമ പറഞ്ഞ സംസാരാണ്, ഒന്നാ കറി കുറച്ചുകൂടി കൊണ്ടുവരായിരുന്നു. ആ സമയത്ത് മുല്ലാക്ക പറഞ്ഞ പിന്നെ കറിയൊക്കെ നല്ല കറിയാണ്, പക്ഷെ മുല്ലാക്കൊക്കെ അത് വേണ്ടാന്ന്. ഇതുപോലെ മോൻ പറയുന്നത് സംഗതി ഉപ്പാൻ നല്ല ബിസിനസ്സും ഒക്കെ ഉഷാറാണ്, പക്ഷെ മോൻ അത് വേണ്ട. അപ്പൊ ഞാൻ GTS പലതും പ്രസന്റേഷൻ ചെയ്യും, പലതും അയച്ചു കൊടുക്കും. അനിൽ സാറ് ഇത് അയച്ചു കൊടുത്തിട്ടുണ്ട്, പലതും അയച്ചു കൊടുത്തിട്ട് ഓന് കത്തണില്ല. ഓന് കത്താതെ നമ്മൾ എന്ത് പറഞ്ഞിട്ടും കാര്യമല്ലല്ലോ. അപ്പൊ ഏതായാലും ഈ ഭാഗ്യം എനിക്കില്ല എന്ന് ഞാൻ മനസ്സിലാക്കി ദൈവത്തോട് പലപ്പോഴും പ്രാർത്ഥിച്ചു. ദൈവം എന്റെ പ്രാർത്ഥന 100% അല്ല 110% കേട്ടു എന്ന് തന്നെ പറയാം. അതിന് ദൈവം ഒരു വേദി ഒരുക്കി. ഇവിടൊക്കെ നമ്മൾ ചിന്തിക്കപ്പെട്ടവരെ ആരോ ഒന്ന് മേക്ക് ഓൺ ആക്കിയിട്ടുണ്ട്. ഓൾ മ്യൂട്ട് ചെയ്താൽ ആ വിഷയം ഉണ്ടാവില്ല. അപ്പോ പിന്നെ ഇവിടൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കണ്ടേ, നമുക്കൊക്കെ ഭാര്യയും മക്കളും കുട്ടികളും ഒക്കെ ഉള്ള സംഭവമാണ്. അനീസാർക്ക് മകനെ വലിയ ഉയരങ്ങളിലേക്ക് എത്തിക്കാം. എന്റെ മകനെ ഈ 5 ഭാഷ കൈകാര്യം ചെയ്യാൻ അറിയുന്നത് കൊണ്ടും 5 കൊല്ലം പ്രാക്ടീസ് ഉള്ളത് കൊണ്ടും ഇന്ന് പിന്നെ 1 ലക്ഷത്തിന്റെ മേലെ ശമ്പളം മോന് ഓഫർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല ഓനും പിന്നെ മകനും വൈഫിനുമാണ് ഒരുമിച്ച് പോവാം. അവര് വിസ കമ്പനി കൊടുക്കാം. നമ്മളെ സുഹൃത്തുക്കൾ കുറെ ആളുകളുടെ ദുബൈയിൽ ഈ ടൈപ്പ് റൈറ്റിംഗ് സെന്റർ നടത്തുന്നത് വലിയ ലാഭമുള്ളൊരു സംഭവമാണ്. ഇനി ഓന് തന്നെ വേണമെങ്കിലും എന്ത് ചെയ്യാ, ഒരു ടൈപ്പ് റൈറ്റിംഗ് സെന്റർ തുടങ്ങാൻ പറ്റിയ ഒരു എല്ലാ അറിവും ദുബൈയിൽ എങ്ങനെ തുടങ്ങണം, എങ്ങനെ കളിക്കണം എന്നല്ല, എല്ലാ അടി മുതൽ മുടി വരെയല്ല എല്ലാ അറിവും ഓനുണ്ട്. ഓന് സ്വന്തമാണ് അവിടെ തുടങ്ങാൻ. പക്ഷെ അവന്റെ ഈ പ്ലാൻ ഞാൻ പറഞ്ഞ സമയത്ത് അവനിത് കത്തി. ഇത് കത്താണ്ടായ കാരണം നമ്മളൊക്കെ ചിന്തിക്കേണ്ട ഒരു വിഷയം, നമ്മളെ അലിസാറെ പോലത്തെ വലിയ വലിയ ലീഡേഴ്സ് ഒക്കെ നമ്മൾ പൂനത്തുള്ള സാറെ പോലെയുള്ള ആളുകളൊക്കെ നമ്മളോട് പറയുന്നത് എന്താണെന്നറിയാം, നമ്മൾ ആത്മാർത്ഥമായി ഇത് ഏറ്റെടുക്കണം എന്നുള്ള വിഷയമാണ്. അതായത് പിന്നെ ഓന് പിന്നെ ഞാൻ ഓന്റെ സംസാരത്തിൽ പലപ്പോഴും പറയുന്നതാണ്, ഞാൻ മദ്രസയിൽ നിന്നും ജോലി നിർത്തി ഒരു 2000 പിന്നെ ഉറുപ്പ്യ ശമ്പളം എന്നാണ് ഓൻ പോണത്. അപ്പൊ ഈ പോണ സമയത്താണ് മദ്രസയിൽ നിന്ന് പെട്ടെന്ന് പിന്നെ കൊറോണ വന്നതും ഒഴിവാകുന്നതും പോകുന്നതും. അങ്ങനെ 3500 ആക്കി ചുരുക്കി. അതുകൊണ്ട് എനിക്ക് ഒരു വരുമാനവും 3500 കൊണ്ട് എന്ത് ജീവിക്കാനാണ്? ഒരു മാർഗവും ഒരു നൽകുന്ന പിന്നെ അത് എന്ത് ചെയ്യൂല, വിജയിക്കൂല. കാരണം എന്താ, പെട്രോൾ അടിക്കാൻ തന്നെ വേണം പൈസ. പിന്നെ അതിൽ 3000 പോലും തന്നിട്ട് എന്താ. അപ്പൊ തൽക്കാലം പെണ്ണുങ്ങളോട് ഞാൻ പറഞ്ഞു, മദ്രസ പോണതിനൊക്കെ നല്ല കിടന്നുറങ്ങലാണ്. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യാ, ഞാൻ മദ്രസ പോണില്ല എന്ന് പറഞ്ഞ് അങ്ങനെ സാഹചര്യം അവരെ ഭാഗത്തുനിന്ന് ഒരുങ്ങി അങ്ങനെ നിർത്തിയതാണ്. അങ്ങനെ നിർത്തി പുരയിലിരിക്കും 3500 റുപ്യ ശമ്പളം കിട്ടുന്ന എനിക്ക് എന്തെങ്കിലും ഒന്ന് ആയിക്കോട്ടെ എന്നുള്ളവർക്ക് മോൻ ചെയ്ത് ഒന്ന് അനങ്ങാതിരുന്ന. ഏതായാലും അന്ന് അവനോട് പറഞ്ഞുതരാം, അന്ന് അവന് ശമ്പളം 40,000 50,000 ഇട്ട പോണേരം 40,000 ആണെന്ന് തോന്നുന്നു. അങ്ങനെ ആ ശമ്പളം പിന്നെ ഇങ്ങനെ കൂടി 3 കൊല്ലം കൊണ്ട് പിന്നെ 70,000 റുപ്യ വരെ അവന് ശമ്പളം കിട്ടി. കാരണം ഒരു കമ്പനിയിൽ നിൽക്കുന്ന നേരം വേറെ കമ്പനിയിൽ പലരും കമ്പനിയും വിളിച്ചു. പക്ഷെ എന്താണ്, ആ കമ്പനിക്കൊന്നും ഈ കമ്പനിയെ വിട്ട് പോരാൻ ഓന് മനസ്സ് കാണിച്ചില്ല. പിന്നെ ഈ ബിസിനസ് ചെയ്യുന്ന ആളുകൾ എന്നോട് പറഞ്ഞിട്ടുണ്ട്, മോനെ എന്റെ അടുത്തേക്ക് പറഞ്ഞേക്ക്, ഞാൻ 1 ലക്ഷത്തിന്റെ മേലെ ശമ്പളം കൊടുക്കാന്ന്. പക്ഷെ ഞാനത് കൂട്ടാക്കാതെ ഓനും കൂട്ടാക്കിയാലും ഓൻ പറഞ്ഞു ഞാൻ ഇവിടെ തന്നെ നിൽക്കാണ്. അങ്ങനെ അവിടെ എന്ത് ചെയ്ത് ഇവന്റെ മരണം വരെ ഈ കമ്പനി നോക്കുന്ന തെറ്റിദ്ധരിച്ച് ഓൻ അവിടെ നിന്ന് എന്തോ ചില കാരണവശാൽ എന്ത് ചെയ്തു, കല്യാണം എടുത്ത സമയത്തും പിന്നെ വിസ വരുന്നതിന്റെ 1 or 2 മാസം മുന്നേ പുതുക്കിയതാണ്. ഈ പുതുക്കിയ സമയത്ത് എന്ത് ചെയ്ത് ഓൻ പറഞ്ഞു ഞാൻ നാട്ടിൽ പോയാൽ തിരിച്ചു വരില്ല. ഇത് കമ്പനി മനസ്സിലാക്കിയാൽ കമ്പനിക്ക് നഷ്ടം ആണല്ലോ. 1 ലക്ഷം റുപ്യൊക്കെ ചെലവാക്കി വിസ ശരിയാക്കി ഓൻ പോരൂല്ല എന്ന് പറഞ്ഞ സംഗതി വിഷയല്ലേ. അപ്പൊ എന്ത് ചെയ്തു, ഓര് പറഞ്ഞു ഇനി പോണതിന് കുഴപ്പമൊന്നുമില്ല, എന്റെ വിസന്റെ പൈസ ഞങ്ങൾ എന്ത് ചെയ്യും ഇതിലെടുക്കും, 1 ലക്ഷം എടുക്കും. അപ്പൊ ഓനോട് നേരത്തെ എന്ത് ചെയ്തിട്ടുണ്ട്, നല്ല ഉദ്ദേശത്തോടു കൂടി ആ കമ്പനി ചെയ്തു. പിന്നെ ഇനി കല്യാണം കഴിച്ചില്ലല്ലേ, എനിക്ക് നാട്ടിൽ പോണ ഒരു പൈസ മതിയല്ലോ എന്നുള്ളവർക്ക് എല്ലാ പൈസയും അവരെടുത്തിട്ടുണ്ട് എന്നാണ് ഞാനും ധരിച്ചു, ഓനും ധരിച്ച് വെച്ച് അങ്ങനെ കൊടുക്കല്ലോ. ഓൻ ആവശ്യമുള്ളത് എടുക്കും.
അങ്ങനെ ഞാൻ പറഞ്ഞു കൊണ്ടുവരുന്നത്. അവിടുന്ന് എന്ത് ചെയ്തു, പിന്നെ ലാസ്റ്റ് പിന്നെ അവിടെ കമ്പനിക്ക് പിന്നെ ഈ പറഞ്ഞ ടൈപ്പ് റൈറ്റിംഗ് സെന്ററിൽ പല ആളുകളും പൈസ കൊടുക്കാണ്ട്, ഈ കൊടുക്കാനുള്ള ആളുകളൊക്കെ ഇനി പോയാലും പൈസ കിട്ടൂല എന്ന് കമ്പനി പറഞ്ഞാൽ എന്ത് ചെയ്തു, ഓൻ പിന്നെ കുടുങ്ങി. അപ്പൊ കല്യാണത്തിന് പോകണ്ട, കല്യാണം ഒരാഴ്ച 5 ദിവസം മുന്നാണ് പിന്നെ അവിടെ ഉള്ളത്. അപ്പം കല്യാണത്തിന് പോകണമെങ്കിൽ പിന്നെ ആൾക്കാരോട് പൈസ ഒക്കെ മറിച്ചു തരണം, അല്ലെങ്കിൽ ഇനി പോയാൽ ഈ പൈസ കിട്ടൂല എന്ന് പറഞ്ഞ അവസാനം എന്നോട് ഞാൻ പറഞ്ഞു, മോനെ എന്ത് ചെയ്യാനാണ്, മോന്റെ പൈസ എന്നെ കൊടുക്കുക, അല്ലാതെ ഇപ്പൊ നിർവാഹമില്ല. ചുരുക്കി പറയും, ഇവരെല്ലാ കണക്കും കൂട്ടി വെക്കുന്നേരം ഇവന് പൈസ അങ്ങോട്ട് കൊടുക്കാനാണ് ഉണ്ടായത്. നോക്കണം, ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ട, അതായത് ഒന്നല്ലാത്ത ഒരു സ്ഥലത്ത് ഒരു ഓഫീസ് തുടങ്ങി അത് വളർത്തി ഉഷാറാക്കി കൊണ്ടുവന്ന് എല്ലായി മറ്റുള്ളവർക്ക് വേണ്ടി ഓനെ കഠിനാധ്വാനം ചെയ്ത് അവസാനം കിട്ടിയ സമ്മാനം. അപ്പൊ അമ്മൻ മോനെ ഒന്നും കൊടുക്കണ്ട, മോനങ്ങ് പോരുന്നാണ്. അങ്ങനെ നാട്ടിലേക്ക് അയച്ച് ഇവിടെ വന്നു തരാനോ പഠിച്ചെന്തെന്ന്, നമ്മള് ആരാന് വേണ്ടിയിട്ട്, ഇനി നമ്മളെ മക്കൾ എന്ന് പറയാൻ നമ്മളൊക്കെ മറ്റുള്ളവർക്ക് വേണ്ടി നമ്മളെ ജീവിതം അങ്ങനെ ജോലി ചെയ്ത് നമ്മൾ മുന്നോട്ട് പോയാൽ ഒരു ദിവസം നമ്മൾ വെച്ചുത്തിയാൽ നമുക്ക് വല്ല പ്രയാസം ഉണ്ടായാൽ ആ സമയത്ത് ഒരാളും നമ്മളെ സഹായിക്കാണ്ടാവില്ല. ഞാൻ അങ്ങനെ ചെയ്തിക്കല്ലേ, ഇങ്ങനെ ചെയ്തിക്കല്ലേ, ഞാൻ അതാക്കിക്കല്ലേ, അതൊന്നും അന്നേരം പറഞ്ഞിട്ട് കാര്യമല്ല. ആ സമയം 2-3 ദിവസം അവർക്ക് ഇഷ്ടപ്പെട്ട, ഇനി ഒരു ഉസ്താദാണെങ്കിൽ ശരി, ആരാണെങ്കിൽ ശരി, അവിടെ നല്ല ഉഷാറായി ക്ലാസ് എടുക്കുന്നൊക്കെ ആളാണെങ്കിൽ ശരി, ഒരു പല്ല് പോയാൽ മതി. നമ്മൾ ഒരു പല്ല്, അതായത് അറബി അക്ഷരങ്ങൾ മൊഴിയാൻ പല്ല് നിർബന്ധമാണ്. ഉദാഹരണത്തിന് ഷീൻ, സാ എന്നുള്ള അക്ഷരങ്ങളൊക്കെ പറയുന്നത് നിർബന്ധമായിട്ട് പല്ലില്ലാതെ, ഒരു പല്ലില്ലാത്ത ആൾക്ക് പറയാൻ കഴിയില്ല. അപ്പൊ ആ സമയത്ത് അവിടെ തന്നെ പിന്നെ ആ അക്ഷരം ഉച്ചരിക്കണം എന്നുള്ളത് പിന്നെ ഒരു മതവിശ്വാസത്തിന്റെ ഭാഗമാണ്. അപ്പൊ എന്ത് ചെയ്യും, അത് അവിടെ നടക്കുന്നില്ലേ, പിന്നെ ആളുകൾ പറയും ഉസ്താദ് തൽക്കാലം പോയിക്കോളി എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യും, അവര് തിരിച്ചാക്കും. എന്നിട്ട് പിന്നീട് നമ്മൾ വീട്ടിൽ ഒറ്റക്ക് നിൽക്കാന്നല്ലാതെ നമുക്ക് ജീവിത മാർഗത്തിന് ഒരു വഴിയുമില്ല. മാത്രല്ല പിന്നെ ഞാനിപ്പോ 3 കൊല്ലം മുന്നേ ഉസ്താദായിരുന്നു. അപ്പൊ 3 കൊല്ലം മുന്നേ ഞാൻ ഈ ലോകത്തോട് വിട പറഞ്ഞാല് കമ്മിറ്റിക്കാർ എൻ്റെ അടുത്ത് വന്ന് എന്നോട് പറയോ, ഉമർ ഉസ്താദ് അല്ല ഞാൻ മരിച്ചാല് നിന്റെ ഭാര്യനോട് കമ്മിറ്റിക്കാർ വന്ന് പറയോ, ഉമർ ഉസ്താദ് നന്നായി പഠിപ്പിക്കായിരുന്നു കുട്ടികളെ, അപ്പൊ അതുകൊണ്ട് ഉമർ ഉസ്താദിന്റെ ആ വിടവ് വല്ലാത്ത നഷ്ടമാണ് നിങ്ങൾക്ക്, അതുകൊണ്ട് നിങ്ങൾ പള്ളിയിൽ ഇമാമക്കാനും മദ്രസ് പഠിപ്പിക്കാനും വരണം എന്ന് പറഞ്ഞ കമ്മിറ്റിക്കാർ എന്റെ ഭാര്യനോട് വന്ന് പറയോ? ഒരിക്കലുമില്ല. ചിലപ്പം 3-ന്റെ അന്ന് പിന്നെ ചിലപ്പോ അരിയും പിന്നെ പച്ചക്കറികൾ ഇറച്ചിയൊക്കെ മേടിച്ചു കൊടുക്കണ്ടാവും, പിന്നെ ചിലപ്പോ കൊല്ലത്തിൽ ഒരു കിറ്റൊക്കെ കൊടുക്കണ്ടാവും. അതൊക്കെ ചെയ്യാന്നല്ലാതെ കൂടുതലൊന്നും ഏറെ ഒരു 40 ദിവസമൊക്കെ നമ്മൾ മരിച്ചാൽ നമ്മൾ കുടുംബക്കാരും ബാക്കിയുള്ള ആളുകളൊക്കെ ഭാര്യ നോക്കരിയോ. പക്ഷെ പിന്നീട് ഇവരെ ജീവിതം എങ്ങനെയാണ്, ഇത് നമ്മളൊക്കെ ചിന്തിക്കേണ്ടതല്ലേ. നമ്മൾ വലിയ ഹുങ്കോട് കൂടിയിട്ട് നമ്മൾ മുന്നോട്ട് പോകണ്ടേ. നമ്മൾ നമ്മളെ ഭാര്യന്റെ അവസ്ഥ എന്താണെന്ന് 1 സെക്കൻഡ് ചിന്തിച്ചാൽ അവർക്ക് മൈ ലൈഫ് അല്ലാതെ വേറൊന്നും ചെയ്യാൻ കഴിയൂല. കാരണം അന്ന് ഞാൻ മരിച്ചാല് എന്റെ ഭാര്യക്ക് ഒരു കിറ്റ് കിട്ടും കൊല്ലത്തില്. എന്നാൽ ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ട് ഇതുവരെ ഞാൻ ജീവിച്ചു, മൈ ലൈഫിലേക്ക് വന്നു. ഇന്ന് ഞാൻ ഇല്ലാതായാൽ പ്രിയപ്പെട്ട സാറുമാർ എങ്ങളും ചിന്തിച്ചു നോക്കി, അടുത്ത ആഴ്ച ഇന്ന് എനിക്ക് വരാനുള്ള 38,000 റുപ്യാണ് ആഴ്ച വരുമാനം വരാനുള്ളത്, ഒരാഴ്ചത്തെ വരുമാനം. അടുത്ത പ്രാവശ്യം 50 റുപ്യന്റെ അടുത്തുണ്ട് അടുത്ത ആഴ്ച വരാൻ. ഇത് ഞാൻ ഇന്നങ്ങില്ലെങ്കിൽ ദൈവം നമുക്കൊക്കെ ആരോഗ്യമുള്ള ദീർഘായുസ് നൽകട്ടെ. നമ്മളെ മക്കളും നമ്മളെ ടീമിൽ വന്ന ആളുകളൊക്കെ വലിയ ഉയരങ്ങളിൽ എത്തിയിട്ട് ITC ഒക്കെ ആയിട്ട് കണ്ട് മരിക്കാനുള്ള ഒരു സൗഭാഗ്യം നമുക്കൊക്കെ ദൈവം തരട്ടെ. ഞാൻ പറഞ്ഞു കൊണ്ടുവരുന്നത്, ഇന്ന് ഇല്ലാതായി പോയാൽ അല്ലെങ്കിൽ അടുത്ത ബുധനാഴ്ച അല്ല ഈ ബുധനാഴ്ച ഇന്ന് ഞാൻ ഇല്ലാതായി പോയാൽ ഇന്ന് വൈകുന്നേരം എന്റെ ഭാര്യന്റെ അക്കൗണ്ടിലേക്ക് വരൂലേ ഈ പറഞ്ഞ 30 ചില്ലാനം ഉറുപ്പ്യ വരൂലേ? ഞാൻ ചോദിക്കട്ടെ, നമ്മൾ ഏത് ജോലി, ടൈലറിംഗ് ആയി, ഹോട്ടലായി, പിന്നെ ഗൾഫായി, നിങ്ങൾ ഏതോ ഒരു കച്ചവടം പറയും, ഗൾഫിൽ നമ്മൾ ഉഷാറായി ഡ്രൈവറായി ജീവിക്കുന്നത്. പക്ഷേ നമ്മള് അവിടുന്ന് മരണപ്പെട്ടാൽ നമ്മളെ ഭാര്യനെ അവിടെ ഡ്രൈവറായിട്ട് കമ്പനി വിളിക്കോ? അല്ലെങ്കിൽ ഒരു കൂൾ ബാർ നടത്തുന്നത് നമ്മളെ ഭാര്യക്ക് ചെയ്യാൻ കഴിയോ? ഒരു ഹോട്ടൽ നടത്താണ് നമ്മളെ ഭാര്യക്ക് ചെയ്യാൻ കഴിയോ? ഒരു മീൻ കച്ചവടം നടത്താൻ നമ്മളെ ഭാര്യക്ക് ചെയ്യാൻ കഴിയോ? ഇത് നമ്മൾ ചിന്തിക്കണ്ടേ? ഇത് നമ്മൾ ചിന്തിക്കാതെ ഒരു തിരിച്ചറിവ് നമുക്കില്ലാതെ നമ്മൾ മൈ ലൈഫിൽ ഇത്രയും നല്ലൊരു ബിസിനസ് ദൈവം നമുക്ക് തന്നിട്ട് ദൈവത്തിന്റെ ഇഷ്ടപ്പെട്ട ദൈവത്തിന്റെ കയ്യൊപ്പുള്ള പ്രൊഡക്റ്റ് എന്ന് വെറുതെ പറയല്ല. ദൈവത്തിന്റെ കയ്യൊപ്പുള്ള പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ ഇഷ്ടപ്പെട്ട ഒരു ടീമെ മൈ ലൈഫ് ചെയ്യാൻ കഴിയും.
അങ്ങനത്തെ ആളുകൾക്ക് അതിൽ ചെയ്യാൻ കഴിയും. ദൈവത്തെ എന്താ കളവ്? ഒരാളെ പറ്റിക്കരുത്, ഒരാളെ മറ്റിക്കരുത്, ദേഷ്യം പാടില്ല, ഊര് പാടില്ല, വാശി പാടില്ല. ഇതൊക്കെയല്ലേ ദൈവം നമ്മോട് കൽപ്പിച്ച്. ഈ ഒരു ജീവിതശൈലി മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ടല്ലേ ദൈവം നിർദ്ദേശിച്ച്. എന്നാൽ ആ നിർദ്ദേശിച്ച രീതിയിൽ പോകാൻ പറ്റിയ ഒരു പ്ലാറ്റ്ഫോം നമുക്ക് കിട്ടിയിട്ട് ആ ദൈവത്തിന്റെ ഇഷ്ടത്തിനനുസരിച്ചിട്ടുള്ള ആളുകൾ ചെയ്യുന്ന ഒരു ബിസിനസ്, അങ്ങനെ ചെയ്യുന്ന സമയത്ത് അവർ കൊടുക്കുന്ന പ്രൊഡക്റ്റിന് ഓട്ടോമാറ്റിക് ആയിട്ട് ഈ പ്രൊഡക്റ്റിന്റെ മികവാണെന്നൊന്നും ഞാൻ പറയില്ല. പ്രൊഡക്റ്റ് നല്ല സൂപ്പറാണ്, നല്ല എന്നൊന്നും. പിന്നെ എന്റെ വിശ്വാസം എന്താണെന്നറിയോ, അതിനേക്കാൾ വലിയ റിസൾട്ട് കൊടുക്കുന്ന ആളുകളുടെ മാനസികാവസ്ഥ, മനസ്സിന്റെ ശുദ്ധി ദൈവമായിട്ട് കണക്ട് ആക്കുന്നേരം ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മളിപ്പോ ഒരു പച്ചവെള്ളം കൊടുത്താൽ മതി, ഒരു പച്ചവെള്ളം കൊടുത്താൽ മതി, അത് കഴിക്കുന്ന ആൾക്ക് പെട്ടെന്ന് മാറും. അതെന്താണ്? കഴിക്കുന്ന ആളുകളുടെ മാനസികമായിട്ടുള്ള ശുദ്ധിയും അവരോട് കൊടുക്കുന്ന ആളുകൾ, വാങ്ങുന്ന ആളുകൾക്കുള്ള ആ വിശ്വാസവും, ഇത് രണ്ടുകൂടി ഒരുമിച്ച് കൂടുന്നേരം പല മഹാത്മാക്കളും മന്ദിരിച്ച് നൂലൊക്കെ കിട്ടല്ലേ. ചില ആളുകളുടെ അടുത്ത് പോയി നൂല് കിട്ടും, മന്ദിരിക്കലുണ്ട്, ചില ഉസ്താദുമാരുടെ അടുത്തൊക്കെ പോലുണ്ട്. അത് സത്യത്തെ പറയാണ്, അവരെ മനസ്സിന്റെ ശുദ്ധിയും അതോടൊപ്പം പോയ ആളുകളുടെ ഇവരുമായിട്ടുള്ള ബന്ധവും. ഈ ഒരു രീതിയിൽ ചെയ്യാൻ പറ്റിയ ബിസിനസ്, ഒരാളെ പറ്റിക്കാതെ വഞ്ചിക്കാതെ ചെയ്യാൻ പറ്റിയ ഒരു ബിസിനസ്സിലേക്ക് നമ്മൾ എത്തിയിട്ട്, ഇത്രയും സൗഭാഗ്യമുള്ള ഒരു ബിസിനസ്സിൽ എത്തിയിട്ട് ഇനിയും നമ്മൾ എന്ത് ചെയ്യാണ്? ലീഡേഴ്സ് പറയുന്നത് നോക്കി കുത്തിരിക്കാനും. സത്യത്തിൽ ഇതെന്താണെന്ന് അറിയാം. മൈ ലൈഫിൽ വന്ന അന്ന് ഞാൻ തീരുമാനിച്ച ഒരു തീരുമാനം പറഞ്ഞുതരാം. ഇതെന്റെ ബിസിനസ്സാണ്. ഇത് അയ്യൂബ് സാറോ എന്റെ മോൾതോ അല്ല. ഞാൻ രണ്ടു ഭാഗത്തും ആളെ കൊണ്ടുവന്നാൽ പിന്നെ ഇതിന്റെ മാച്ച് ചെയ്താൽ എനിക്ക് വരുമാനം കിട്ടും. എനിക്ക് അയ്യൂബ് സാർ ആരോ തീർന്നു ഇന്നേ വരെ വെറുതെ പറയല്ലേ, ചിലപ്പോ ഇത് റെക്കോർഡിംഗ് ഉണ്ടാവും, റെക്കോർഡിംഗ് ഉണ്ടാവാതിരിക്കട്ടെ, ഉണ്ടാവാതിരിക്കട്ടെ. ഈ അയ്യൂബ് സാറോടുങ്ങളും ചോദിച്ചു നോക്കി, ഉമർ ഉസ്താദ് അങ്ങനെ പറഞ്ഞു, ഇന്നേ വരെ അയ്യൂബ് സാറെ ഒരാൾക്ക് നിങ്ങളുടെ ബ്രാഞ്ച് മണ്ണിലിട്ട് തന്നില്ലല്ലോ എന്ന് ഞാൻ പറഞ്ഞില്ല. കാരണം എന്താണ്? ഇത് ബിസിനസ്സാണ്, ഞാൻ ഉണ്ടാക്കേണ്ട പ്രൊഡക്റ്റ് ആണ്, ഞാൻ ശമ്പളം കൊടുക്കേണ്ടതാണ്. ഇതൊന്നും ഞാൻ കൊടുക്കുന്നില്ല, ഇതൊക്കെ കമ്പനി കൊടുത്തോളൂ. ശമ്പളം കമ്പനി കൊടുത്തോളൂ, പ്രൊഡക്റ്റിന്റെ പിന്നെ ക്വാളിറ്റി കമ്പനി നോക്കിക്കോളൂ. എനിക്കൊരു അധ്വാനവും ഇല്ല. എനിക്ക് ഇന്ന് കേരളത്തിൽ അല്ലെ ഇന്ത്യയിൽ 1000-ഓളം സൂപ്പർ മാർക്കറ്റ് ഉണ്ട്. അതൊന്ന് മഞ്ചേരി ഉണ്ടെങ്കിൽ ഒന്ന് നടുവണ്ണൂരുണ്ട്. അവിടെ ഞാൻ ഇതുവരെ ആളെ കൊണ്ടുപോയിട്ട് അല്ലെ അവിടെ പൈസ ഞാൻ ഇറക്കിയിട്ടില്ല. അവിടെയൊക്കെ ഞാൻ പൈസ ഇറക്കാതെ തന്നെ നടുവണ്ണൂർ എനിക്കൊരു സൂപ്പർ മാർക്കറ്റ് ഉണ്ട്. അവിടെ പോയിട്ട് അവിടെ നടുവണ്ണൂർ ഭാഗത്ത് ഒരാളെ ഉണ്ടാക്കിയാൽ മതി ആ സൂപ്പർ മാർക്കറ്റ് പോണേ. അത് ആളുണ്ടാക്കാൻ നടുവണ്ണൂർ എവിടെയാണോ സ്റ്റോറുകളിൽ അവിടെയൊക്കെ ഒരാളുണ്ടാക്കിയിട്ട് നമ്മൾ അവരുമായിട്ട് ബന്ധപ്പെട്ട് മുന്നോട്ട് പോയെന്നേരം അവര് നടുവണ്ണൂർ പോയി സ്റ്റോറിൽ പിന്നെ സൂപ്പർ മാർക്കറ്റിൽ പോയി സാധനം വാങ്ങുന്നു, എന്റെ അക്കൗണ്ടിലേക്ക് വരുമാനം വരുന്നുണ്ട്. ഞാൻ എത്ര പൈസ മുടക്കി? ഞാൻ 50,000 റുപ്യന്റെ പ്രൊഡക്റ്റ് ആണ് ഫസ്റ്റിൽ എടുത്തത്. ഈ 50,000 റുപ്യന്റെ സാധനം എടുത്തേരം എനിക്കൊരു കാര്യം ബോധ്യപ്പെട്ടു, ഇത് എന്റെ ബിസിനസ്സാണ്, ഞാൻ ചെയ്യേണ്ടതാണെന്ന് ബോധ്യപ്പെട്ടേരം ഞാൻ രണ്ടും കൽപ്പിച്ചിറങ്ങി. അപ്പം ആദ്യം കിട്ടിയ 5 ആളെ ഞാൻ ബ്രാഞ്ച് ഉണ്ടാക്കി, പിന്നീട് കിട്ടിയ 5 ആളെ ബ്രാഞ്ച് 2-ലാക്കി. അങ്ങനെ ബ്രാഞ്ച് 1, ബ്രാഞ്ച് 2, 5 അങ്ങനെ ചേർത്തി പോരും. അപ്പൊ ചില നല്ല ആത്മാർത്ഥമായി ചെയ്യുന്നുള്ള ഒരാളെ കിട്ടിയാൽ ഞാൻ ചെയ്യും, അത് ബ്രാഞ്ച് 1-ലാക്കും. പിന്നെ ആത്മാർത്ഥമായി ചെയ്യുന്ന ഒരാളാണ് മനസ്സിലാക്കിയ ബ്രാഞ്ച് 2-ലാക്കും. അങ്ങനെ പ്രധാനപ്പെട്ട ആളുകളൊക്കെ ബ്രാഞ്ച് 1-ലും ബ്രാഞ്ച് 2-ലും ആക്കിയിട്ട് ഇന്ന് 23,000 ആളുകൾ അടുത്ത് എന്റെ ടീമിൽ, എന്റെ പിന്നെ ലീഡർഷിപ്പിലുണ്ട്. അപ്പൊ ഈ രീതിയിൽ ആളുകളിലേക്ക് എത്തിച്ച് ഞാൻ സത്യത്തിൽ ഒരു അഷ്റഫ് ദാരാനി ചേറൂര്, അതുപോലെ തന്നെ ഇങ്ങനെ കുറഞ്ഞ ആളുകൾ റഷീദ് സാർ, ഇങ്ങനെ കുറച്ച് ആളുകളോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ മറ്റു പലരോടും പറഞ്ഞിട്ട് ഞാൻ അപ്പോഴും ആള് ചേർത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ ഞാൻ അന്ന് പറഞ്ഞത് ഈ 2-3 ആൾക്കാരോട് പറഞ്ഞേരം അവർക്ക് കത്തിയേരം അവരിറങ്ങി. ഈ ഒരു സിസ്റ്റം ഇതാണ്. നമ്മൾ ആത്മാർത്ഥമായി ഒരാളെ പഠിപ്പിച്ച് മനസ്സിലാക്കി കൊടുത്ത് അവരെ ഇതിൽ കൊണ്ടുവന്നാൽ അവർക്ക് മനസ്സിലായാൽ അവരിറങ്ങും. ഇപ്പൊ എന്റെ വീട്ടിൽ തന്നെ മോനെ ഇപ്പൊ കൊലായിൽ വേറെ മീറ്റിംഗ് നടക്കുന്നുണ്ട്. മോനെ ഇനി എന്റെ ചെറിയ മോന് മീറ്റിംഗ് ഉണ്ട്. അതായത് ഇന്നലെ മോന് മഞ്ചേരിനോ കോഴിക്കോട് പറഞ്ഞിട്ടുണ്ട്. സത്യത്തിൽ ഇതൊരു പിന്നെ എന്താ പറയാ, ഒരു ബാങ്ക് പോലെ രാവിലെ 6 മണിക്ക് എല്ലാവരും എഴുന്നേൽക്കും. ഒരു മാനേജർ ഒരു ചില്ലുമുട്ടിലുണ്ടാകുമല്ലോ, കുറെ സ്റ്റാഫ് ഉണ്ടാവും. അതുപോലെ തന്നെ എന്റെ വീട്ടില്, കാരണം എന്റെ വൈഫ് സൂമിലുണ്ട്, അതുപോലെ തന്നെ ഇനിയിപ്പോ മോളും പുതിയാപ്പിളയും കയറാൻ പോവുകയാണ്, അതുപോലെ തന്നെ എന്റെ മക്കളെല്ലാവരും, അതായത് അവരെ ടീമിനെ വിളിച്ചിട്ട് പിന്നെ കേറിയോ ആയോ. പിന്നെ എന്റെ ചെറിയ മോന് തമിഴ്നാട്ടിലുണ്ട് ഒരു ടീം. അപ്പൊ അവിടെ വിളിച്ചിട്ട് അവര് വിളിച്ചെടുത്തിട്ട് എന്ത് ചെയ്യുന്നത്, ചെറിയ മോനൊന്നും ഒരിക്കലും ഇത് ചെയ്യാൻ ഉദ്ദേശിച്ചതും ആയതൊന്നുമല്ല, തമാശക്ക് എന്ത് ചെയ്ത് പിന്നെ ഓന്റെ സുഹൃത്ത് ചോദിച്ചു,
പിന്നെ ഇനി എന്താണ് എനിക്ക് എന്താ പഠിക്കണ്ടോ? അപ്പൊ പറഞ്ഞില്ല, ഞാൻ ഉപ്പന്റെ ഡ്രൈവറായി പോലെ. ഉപ്പന്റെ ഡ്രൈവർ, ഉപ്പൊക്കെ എന്താ പണിയെന്ന് വെച്ചാൽ, അപ്പൊ ഈ MLA എന്നിട്ട് സംഭവമാണ്. അപ്പൊ അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഒരു കാര്യങ്ങളൊക്കെ ഉണ്ട്. പണ്ടത്തെ ഉപ്പനെയും ഇപ്പോഴത്തെ ഉപ്പനെയും പരിചയപ്പെടുത്തിയ ഓട്ടോമെട്രിക് പറഞ്ഞു, എന്നാ ആ ബിസിനസ് എനിക്ക് വേണമല്ല. ഇതേ സംഭവിച്ചുള്ളൂ. അത് വേണമെങ്കിൽ ഞാൻ ഉപ്പനോട് പറയാൻ തന്നെ, ചുരുക്കി പറയാതെ ഓന്റെ കാക്കനോട് പറഞ്ഞ് കാക്ക ഐഡിയ എടുത്തു, കാര്യങ്ങളൊക്കെ ആയി. ഇപ്പൊ കഴിഞ്ഞ മാസം 2 ലക്ഷം 2.5 ലക്ഷം ഉറുപ്പിന്റെ കച്ചവടം എന്റെ മോന്റെ ടീമിൽ നടന്നു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഇവിടെ എന്താ സംഭവിക്കുന്നത്? എന്റെ ഇളയ മോന്റെ ടീമിൽ 2.5 ലക്ഷം ഉറുപ്പിന്റെ കച്ചവടം നടന്നേരം അതിന്റെ വരുമാനം എന്റെ വലിയ മോനോട്ടി അത് എനിക്ക് കിട്ടി. അപ്പൊ ഈ ഒരു സിസ്റ്റം, ഇത്രയും കറക്റ്റ് ആയിട്ടുള്ള ഒരു സിസ്റ്റവും ഒരു ബിസിനസ്സും നമ്മൾ കയ്യിൽ ദൈവം തന്നിട്ട്, ഞാൻ എപ്പോഴും പറയാറുള്ളത് ഒരു സംഗതിയാണ്, ഇത്രയും വലിയൊരു സംഗതി ദൈവം നമുക്ക് തന്നിട്ട് ആ ദൈവത്തിന്റെ നിർദ്ദേശം ധിക്കരിച്ചുകൊണ്ട് ഒരാൾ മൈലവ് ചെയ്തില്ലെങ്കിൽ ദുനിയാവിൽ വേറൊരു നിലക്ക് മരണം വരെ വിജയിക്കാൻ പറ്റിയ ഒരു മേഖല വേറല്ല. എന്റെ പുതിയാപ്പിള്ള എന്റെ അടുത്ത് തന്നെ കേൾക്കുന്നുണ്ട്, കക്ഷി ചിരിക്കുകയും ചെയ്യുന്നുണ്ട്. അദ്ദേഹം ഇതുവരെ ഒക്കെ ഉണ്ട്. പക്ഷെ അതുകൊണ്ട് നീ ചെയ്യാൻ കഴിയില്ല. ഒരു കാർ എടുക്കണം അതിയായ താല്പര്യം, കാരണം മക്കൾ 4 ഉണ്ടാക്കി. അപ്പൊ അതുകൊണ്ട് എന്താണ്, പിന്നെ കാറ്, പിന്നെ സൈക്കിൾ മേലെ എല്ലാവരും കൂടിയും പോകില്ല. 3 മക്കള് 3 വൈഫും പിന്നെ എന്റെ മോളും പിന്നെ പുതിയാപ്പിള എല്ലാം കൂടി ഒരു ആള്, എല്ലാരും കൂടി ഒരു കാറിൽ ഒരു സൈക്കിളിൽ പോകാൻ കഴിയൂല. അപ്പൊ തീരുമാനിച്ചു ഒരു കാർ എടുക്കുന്ന, അല്ലാതെ തന്നെ അപ്പൊ കാർ എടുക്കണമെങ്കിൽ അടവടക്കട്ടെ. അപ്പൊ അടവടക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഉപ്പ ഞാൻ മൈലേജ് പിന്നെ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ സജീവമായിട്ട് പിന്നെ റീറ്റെയിലിങ്ങിനൊക്കെ ഇറങ്ങാൻ പല പദ്ധതി പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ അവസാനം അവരും തീരുമാനിച്ച പലതും എന്നെ പല സമയത്ത് എന്നോട് പറഞ്ഞ നെഗറ്റീവ് നിങ്ങൾക്കൊക്കെ കിട്ടും എന്നല്ലാതെ ഇത് ബാക്കിയുള്ള എല്ലാവരും ഒന്നും വിജയിച്ച് കാണൂല. എന്നോട് പലപ്പോഴും പറയുന്ന ഒരു സംസാരമാണ്, ഉപ്പ നിങ്ങൾ വിജയിച്ചെന്ന എല്ലാവരും ഇതിലൊന്നും വിജയിക്കുമല്ലോ, വെറുതെ പറയാണത്. എല്ലാരും വിജയിക്കും, പക്ഷെ ആത്മാർത്ഥമായി ഏറ്റെടുക്കണം. ഇതാണ് ഇവിടെ വിഷയം. ആത്മാർത്ഥമായി ഏറ്റെടുത്താൽ ആരും വിജയിക്കുന്നുള്ള ഉറപ്പാണ്. അപ്പൊ ഇത്രയും നല്ലൊരു സിസ്റ്റത്തിൽ ദൈവം നമ്മൾ എത്തിച്ചിട്ട് നമ്മൾ ഒന്നും പ്രവർത്തിക്കാതെ മുന്നേറിയാൽ ഉള്ള ഒരു അവസ്ഥ എന്താ? അവസാനം നമ്മൾ കൊണ്ടുപോയി ചാടും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, എനിക്ക് പറയാനുള്ളത്, നമ്മളെ കൊണ്ടുവന്ന അപ്ലൈൻ ലീഡർ, അതാരാവട്ടെ, മകളാവട്ടെ, അല്ലെങ്കിൽ വ്യത്യാസമുള്ള മതക്കാരാവട്ടെ, പിന്നെ ഒരു മുസ്ലിം ആവട്ടെ, ഹിന്ദു ആവട്ടെ, ആണാവട്ടെ, പെണ്ണാവട്ടെ, ആരാരും അവരിലൂടെയാണ് ദൈവം നമ്മളെ രക്ഷപ്പെടുത്താൻ തീരുമാനിച്ചത്. എന്റെ വീട്ടില് എന്റെ കുടുംബക്കാര് കയറി വരാറുണ്ട്. പക്ഷെ അതിനേക്കാൾ എനിക്ക് എത്ര സന്തോഷം ഉണ്ടാവും എന്റെ അയ്യൂബ് സാറ് എന്റെ വീട്ടിലേക്ക് കയറി വരുന്നത്. അയ്യൂബ് സാർ അന്ന് ഇത് ശരിക്കും എന്നെ പ്ലാൻ മനസ്സിലാക്കി, അല്ലെങ്കിൽ ഇതിന്റെ വഴികൾ കാണിച്ചു തന്നത് കൊണ്ടല്ലേ ഇന്ന് ഞാൻ രക്ഷപ്പെടുന്നത്. ഇനി മുസ്ലിമായ ഇസ്ലാം മത വിശ്വാസിയായ ഞാൻ, എന്നെ സംബന്ധിച്ചിട്ട് മറ്റൊരു ലോകത്ത് ജീവിക്കണം. മറ്റൊരു ലോകമുണ്ട്, അവിടെ ചോദ്യങ്ങളും പിന്നെ ഉത്തരങ്ങളൊക്കെ ഉണ്ടാവും, അവിടെ ശിക്ഷയും പിന്നെ അതുപോലെ തന്നെ സ്വർഗവും നരകവും ഒക്കെ ഉണ്ടാവും എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. എന്നെ സംബന്ധിച്ചിട്ട് ആ ഒരു ലോകത്ത് ഞാൻ അയ്യൂബ് സാറെ കാണുന്ന സമയത്ത്, അല്ല അയ്യൂബ് സാർ എന്നോട് പറയാം, ഞാൻ ഏതായാലും വലത്തെ ഭാഗത്തോട് സ്വർഗത്തിലേക്ക് പോവാണ്. അപ്പൊ അയ്യൂബ് സാറെ കാണുന്ന സമയത്ത് ഞാൻ അവിടെ അയ്യൂബ് സാറെ പിടിക്കാതെ മുന്നോട്ട് പോകും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. അവിടെ ഞാൻ ഷഫായത്ത് എന്ന് പറയും, എന്റെ ഭാഷയിൽ അറബി പറയും ഷഫായത്ത്. അവിടെ ഞാൻ അയ്യൂബ് സാർ കിട്ടാതെ ഞാൻ അവിടെ കണ്ട് മൈൻഡ് ചെയ്യാതെ പോവാം. ഞാൻ പഠിച്ചവനോട് പറയൂല്ലോ, പഠിച്ചവനെ എന്നെ ഭൂമി ലോകത്ത് എന്നെ രക്ഷപ്പെടുത്താൻ വേണ്ടി സാമ്പത്തികമായി വളരെ കഷ്ടപ്പാടിൽ വളരെ ദയനീയതയിലും ജീവിക്കുന്ന എന്നെ രക്ഷപ്പെടുത്താൻ വേണ്ടി നീ തീരുമാനിച്ച ഒരാളാണ് അയ്യൂബ്. അവരത് അവിടെ നിൽക്കുന്നുണ്ട്. അവരെ കൂട്ടാതെ ഞാൻ സ്വർഗത്തിലേക്ക് പോകില്ല. എന്റെ മാതാപിതാക്കൾ കഴിഞ്ഞാൽ, എന്റെ ഉമ്മയും ഉപ്പയും കഴിഞ്ഞാൽ, മൂന്നാമതായി ഞാൻ ആർക്ക് വേണ്ടിയിട്ടാണ് പിന്നെ ദൈവത്തോട് ശുപാർശ ചെയ്യുക? എന്നെ രക്ഷിച്ച ആളുകൾക്ക് വേണ്ടിയിട്ടല്ലേ? ആത്മീയമായി എന്നെ രക്ഷിച്ച ആളുകൾ ഉണ്ടാവും, ഭൗതികപരമായി രക്ഷിച്ച ആളുകൾ ഉണ്ടാവും. അവര് കഴിഞ്ഞിട്ടല്ലേ എന്റെ ബാക്കിയുള്ളവരൊക്കെ ഞാൻ നോക്കും, എന്റെ കുടുംബക്കാരും ബാക്കിയുള്ളവരും. ഇങ്ങനെ മൈ ലൈഫിലേക്ക് കൊണ്ടുവന്ന് നമ്മളെ ഈ പ്ലാൻ പറഞ്ഞ് ഇതിലേക്ക് മനസ്സിലാക്കി ഇതിലേക്ക് കൊണ്ടുവന്ന ആളുകളെ ഒരു ദൈവത്തിന്റെ ദൂതനായി, ദൈവം എന്നെ വിജയിക്കാൻ വേണ്ടി പിന്നെ രക്ഷപ്പെടാൻ വേണ്ടി ദൈവം കണക്കാക്കിയത് എന്റെ ജ്യേഷ്ഠനല്ല, എന്റെ ബാപ്പല്ല, എന്റെ ഉമ്മല്ല. സത്യത്തിൽ എന്നെ ദൈവം രക്ഷപ്പെടാൻ വേണ്ടി തീരുമാനിച്ച അയ്യൂബ് സാറാണ്. ഇനി ഞാൻ വേറെ ചോദിച്ചോട്ടെ, അങ്ങനെ അയ്യൂബ് സാർ ഇതിലേക്ക് എന്നെ കൊണ്ടുവന്ന് അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, പിന്നെ മൈലൈഫ് ചെയ്തു. ഇപ്പൊ എന്റെ മാതാപിതാക്കൾ ഇവിടെ ഇല്ല, മരണപ്പെട്ടു പോയതാണ്. അവര് പള്ളിക്കാട്ടിൽ നിന്ന് എത്ര സന്തോഷവാന്മാരായിരിക്കും. എന്റെ മോന് ഞങ്ങൾ പോരുന്ന സമയത്ത് വളരെ കഷ്ടപ്പാടിലാണെങ്കിലും ഇപ്പൊ എന്റെ മോന് സന്തോഷത്തോടു കൂടി ജീവിക്കുന്നു. ഇത് കാരണം മരണപ്പെട്ടു പോയ മാതാപിതാക്കൾക്ക് എത്ര സന്തോഷം ഉണ്ടാവും. ഇനി ഇത് കാരണം എന്റെ പെങ്ങന്മാര്
പിന്നെ പലരും പെങ്ങന്മാരായി കുടുംബത്തിലായി എന്തെങ്കിലും ചെറിയൊരു സഹായങ്ങൾ അവർക്ക് കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എന്റെ മാതാപിതാക്കൾ ആ ലോകത്ത് വെച്ചിട്ട് സന്തോഷിക്കൂലേ. എന്റെ മോന് വരുമാനം വരുന്നത് കൊണ്ടാണ് ഇപ്പൊ എന്റെ വീട്ടിൽ കാറുണ്ട്. ഈ കാറ് എന്റെ കുടുംബത്തിന് വേണ്ടി, അല്ല എന്റെ ജ്യേഷ്ഠനെ, അല്ല എന്റെ പെങ്ങന്മാരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ വേണ്ടി പോണ സമയത്ത് എന്റെ മാതാപിതാക്കൾ, എന്റെ പെങ്ങളോ ജ്യേഷ്ഠന്മാരോ അന്യം അവരാരും സന്തോഷിക്കും എന്നല്ല പറയുന്നത്, അവർക്കൊക്കെ ഉണ്ടാവും സന്തോഷം.